നമസ്കാരം. നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത് ഭൂമിശാസ്ത്രം. ഒന്നാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ തീരദേശം ഇല്ലാത്ത ഇന്ത്യൻ സംസ്ഥാനം? മഹാരാഷ്ട്ര, പശ്ചിമ ബംഗാൾ, മധ്യപ്രദേശ്, കേരളം. ഇതിലേതിലാണ് തീരദേശം ഇല്ലാത്തത്? മധ്യപ്രദേശ്. താഴെ പറയുന്നവയിൽ തീരദേശമില്ലാത്ത ഇന്ത്യൻ സംസ്ഥാനം മധ്യപ്രദേശാണ്. മധ്യപ്രദേശിന് തീരദേശമില്ല. ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഈ താഴെ തന്നിരിക്കുന്നതിൽ മധ്യപ്രദേശിനാണ് തീരദേശം ഇല്ലാത്തത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, നമാമി ഗംഗ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ചുവടെ പറയുന്നവയിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏത്? നമാമി ഗംഗ പദ്ധതിയുമായി ബന്ധപ്പെട്ടത് അല്ലാത്തത് ഏത്? അല്ലാത്ത പ്രസ്താവന. ഇപ്പം പ്രസ്താവനകൾ 2010 പദ്ധതി ഭാരത സർക്കാർ അംഗീകരിച്ചത്. രണ്ടാമത്തെ ഓപ്ഷൻ, ഗംഗയിലെ മലിനീകരണം ഫലപ്രദമായി കുറയ്ക്കലാണ് ഇതിൻ്റെ പ്രധാന ലക്ഷ്യം. മൂന്നാമത്തത്, ഗംഗാനദിയുടെ പുനരുജ്ജീവനം പദ്ധതിയുടെ മറ്റൊരു ലക്ഷ്യമാണ്. ഒരു സംയോജിത സംരക്ഷണ ദൗത്യമാണ് നമാമി ഗംഗ പദ്ധതി. ഇതിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ്? 2010 ഭാരത സർക്കാർ അംഗീകരിച്ചത്. ഈ പദ്ധതി അംഗീകരിച്ചത് 2010 എന്നുള്ളതാണ് തെറ്റ്. നമാമി ഗംഗയെ കുറിച്ച് നമുക്ക് കൂടുതൽ അറിയാം. ഗംഗയിലെ മലിനീകരണം ഫലപ്രദമായി കുറയ്ക്കലാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. ഗംഗയിലെ മലിനീകരണം ഫലപ്രദമായി കുറയ്ക്കുക, അതേപോലെ ഗംഗാനദിയുടെ പുനരുജ്ജീവനം, ഒരു സംയോജിത സംരക്ഷണ ദൗത്യമാണ് ഈ നമാമി ഗംഗ പദ്ധതി. നമാമി ഗംഗ പദ്ധതി ആ പേര് തന്നെയുണ്ട്. ഗംഗയുടെ പുനരുജ്ജീവനം അല്ലെങ്കിൽ ഗംഗാനദിയിലെ മാക്സിമം മലിനീകരണം ഫലപ്രദമായി കുറയ്ക്കുക. ഇനി വേറൊരു ഉദ്ദേശം, വേറൊരു കറക്റ്റായ പ്രസ്താവന, ഒരു സംയോജിത സംരക്ഷണ ദൗത്യമാണ് നമാമി ഗംഗ പദ്ധതി. അതെ, ഗംഗാ നദി സംരക്ഷിക്കുക. അപ്പോൾ അതിൽ നിന്ന് കിട്ടും സംരക്ഷണ പദ്ധതി, സംയോജിതവുമാണ്. അപ്പോൾ 2010 ഇത് ഭാരത സർക്കാർ അംഗീകരിച്ചതെന്ന് ഓർമ്മിക്കാം. 2010 അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഭൂമധ്യരേഖയ്ക്കടുത്ത് വാണിജ്യവാദങ്ങൾ കൂടിച്ചേരുന്ന ന്യൂനമർദ്ദ മേഖല ഏത്? ഭൂമധ്യരേഖയ്ക്കടുത്ത് വാണിജ്യവാദങ്ങൾ കൂടിച്ചേരുന്ന ന്യൂനമർദ്ദ മേഖല ഏത്? അന്തർ-ഉഷ്ണമേഖല സംക്രമണ മേഖല. അന്തർ-ഉഷ്ണമേഖല സംക്രമണ മേഖലയിലാണ് വാണിജ്യവാദങ്ങൾ കൂടിച്ചേരുന്നത്. ഭൂമധ്യരേഖയ്ക്കടുത്ത് വാണിജ്യവാദങ്ങൾ കൂടിച്ചേരുന്ന ഒരു ന്യൂനമർദ്ദ മേഖലയാണ് അന്തർ-ഉഷ്ണമേഖല സംക്രമണ മേഖല. അടുത്തത്, ഇന്ത്യയുടെ മാനക രേഖാംശം. ഇന്ത്യയുടെ മാനക രേഖാംശം 82 ഡിഗ്രി 30 കിഴക്ക് രേഖാംശം. 82 ഡിഗ്രി 30 സെൽഷ്യസാ? ഇത് രേഖാംശത്ത് 82 ഡിഗ്രി 30 കിഴക്ക് രേഖാംശം. ഓക്കെ. ഇന്ത്യയുടെ മാനക രേഖാംശം 82 ഡിഗ്രി 30 കിഴക്ക് രേഖാംശം. ഇന്ത്യയുടെ കിഴക്കേ അറ്റത്തുള്ള സംസ്ഥാനം. ഇന്ത്യയുടെ കിഴക്കേ അറ്റത്തുള്ള സംസ്ഥാനം ഏത്? അരുണാചൽ പ്രദേശ്. അരുണാചൽ പ്രദേശ്. ഇന്ത്യയുടെ കിഴക്കേ അറ്റത്തെ സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ്. ഇന്ത്യയുടെ കിഴക്കേ അറ്റത്തുള്ള സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ്. ഇന്ത്യയുടെ കിഴക്കേ അറ്റത്തുള്ള സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ്. അപ്പോൾ 5 ചോദ്യങ്ങളാണ് നമ്മളിപ്പം പഠിച്ചത്. ഒന്ന്, താഴെ പറഞ്ഞ തീരദേശമില്ലാത്തത് ഏതാണ്? തീരദേശമില്ലാത്തത് മധ്യപ്രദേശ്. നമാമി ഗംഗയുടെ ഉദ്ദേശം പഠിച്ചു. അതിൽ ശരിയല്ലാത്തത് 2010 ഭാരത സർക്കാർ അംഗീകരിച്ചത്. ഭൂമധ്യരേഖയ്ക്കടുത്ത് വാണിജ്യവാദങ്ങൾ കൂടിച്ചേരുന്ന ന്യൂനമർദ്ദ മേഖല അന്തർ-ഉഷ്ണമേഖല സംക്രമണ മേഖല.
ഇന്ത്യയുടെ മാനക രേഖാംശം 82 ഡിഗ്രി 30 കിഴക്ക് രേഖാംശം. ഇന്ത്യയുടെ കിഴക്കേ അറ്റത്തുള്ള സംസ്ഥാനം അരുണാചൽ പ്രദേശ്. അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപ സമൂഹം. അടുത്ത ക്വസ്റ്റ്യൻ, അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപ സമൂഹമാണ് ലക്ഷദ്വീപ്. അറബിക്കടലിൽ ലക്ഷദ്വീപ്. ഇത് പഠിക്കുന്നതിനിടയിൽ ഒരു കാര്യം ഞാൻ പറയണമെന്ന് വിചാരിച്ച്, അതായത് വീഡിയോ കാണും പഠിക്കുകയും ചെയ്യുന്നതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യണേ. അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപ സമൂഹം ഏതാണ്? ലക്ഷദ്വീപ്. അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപ സമൂഹം ലക്ഷദ്വീപ്. അടുത്ത ക്വസ്റ്റ്യൻ, മറ്റൊരു പോയിന്റ് കൂടി. നമുക്കെല്ലാം അറിയാം LP UP വളരെ അടുത്ത് എക്സാം നടക്കുകയാണ്. നമ്മോടൊപ്പം നിങ്ങളും പഠിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. വളരെ കുറഞ്ഞ സമയം കൊണ്ട്, അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന സമയം എഫക്റ്റീവായി എങ്ങനെ ചെയ്യാമെന്നാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പം നിങ്ങളും കൂടും എന്ന് ഞാൻ വിചാരിക്കുന്നു. പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും തമ്മിൽ ചേരുന്ന ഭാഗം. പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും തമ്മിൽ ചേരുന്ന ഭാഗം നീലഗിരി കുന്നുകൾ. പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും ചേരുന്ന ഭാഗമാണ് നീലഗിരി കുന്നുകൾ. അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപസമൂഹം ഏതാണ്? ലക്ഷദ്വീപ്. അറബിക്കടൽ. പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും കൂടിച്ചേരുന്നതാണ് നീലഗിരി കുന്നുകൾ. കേരളത്തിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി. കേരളത്തിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദിയാണ് പെരിയാർ. കേരളത്തിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദിയാണ് പെരിയാർ. ഇന്ത്യയിൽ ചീറ്റപ്പുലികളെ അധിവസിപ്പിച്ച വനപ്രദേശം. ഇന്ത്യയിൽ ചീറ്റപ്പുലികളെ പുനരധിവസിപ്പിച്ച പ്രദേശമാണ് കുനോ ദേശീയോദ്യാനം. കുനോ ദേശീയോദ്യാനം. കുനോ ദേശീയോദ്യാനമാണ്. കുനോ ദേശീയോദ്യാനത്തിലാണ് ചീറ്റപ്പുലികളെ പുനരധിവാസം നടന്ന വനപ്രദേശം. കുനോ ദേശീയോദ്യാനം. കുനോ ചീറ്റപ്പുലി കുനോ. ചീറ്റപ്പുലി കുനോ. അങ്ങനെയൊക്കെ പഠിക്കാം നമുക്ക്. ചുവടെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം? ഒന്നാമത്തെ പ്രസ്താവന, ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള പർവ്വതനിരയാണ് ഹിമാലയം. അത് ശരിയായത്. രണ്ടാമത്, ഹിമാലയ നിരയിലെ ഉയരം കൂടിയ കൊടുമുടികളിൽ ഒന്നാണ് ഗോഡ്വിൻ ആസ്റ്റിൻ. അത് ശരിയാണോ? മൂന്നാമത്തത്, ഗാരോ ഖാസി കുന്നുകൾ മേഘാലയ സംസ്ഥാനത്തിലാണ്. നാലാമത്തത്, പൂർവ്വഘട്ടത്തിൻ്റെ ഭാഗങ്ങൾ കേരളത്തിലൂടെയും കടന്നുപോകുന്നു. ഇവയിൽ ഏതൊക്കെയാണ് ശരി? അപ്പോൾ ഇതിൽ ശരിയുള്ളത് 3 മാത്രമാണ്. ഗാരോ ഖാസി കുന്നുകൾ മേഘാലയ സംസ്ഥാനത്താണ്. ഗാരോ ഖാസി കുന്നുകൾ മേഘാലയ സംസ്ഥാനം. എല്ലാത്തിലും ഒരു ഗാ ഉണ്ട്, അങ്ങനെ നമുക്കത് ഓർക്കാം. ഗാരോ ഖാസി കുന്നുകൾ. 3 ഖായും വ്യത്യാസമാണ്, എങ്കിലും പറയുമ്പോൾ ഗാരോ ഖാസി കുന്നുകൾ മേഘാലയ. ഗാരോ ഖാസി മേഘാലയ. നവംബർ മധ്യത്തിൽ ശൈത്യകാലാരംഭം. വിള ഇറക്കുന്നത് ഏത് കാർഷിക കാലത്തിൻ്റെ പ്രത്യേകതയാണ്? നവംബർ മധ്യത്തിൽ വിള ഇറക്കുന്നത് ഏത് കാർഷിക കാലത്തിൻ്റെ പ്രത്യേകതയാണ്? ഉത്തരം റാബി. നവംബർ മധ്യത്തിൽ. നവംബർ മീൻസ് ശൈത്യകാലാരംഭം. റാബിയാണ് വിള ഇറക്കുന്നത് നവംബർ മധ്യത്തിൽ. റാബി വിളയാണ് നവംബർ മധ്യത്തിൽ ഇറക്കുന്നത്. മൃഗവാണി ദേശീയോദ്യാനം എന്ന ഏത് സംസ്ഥാനത്താണ്? മൃഗവാണി ആദ്യമായിട്ട് കേൾക്കുന്ന പോലെയല്ലേ? തെലങ്കാന. മൃഗവാണി ദേശീയോദ്യാനം തെലങ്കാന. മൃഗവാണി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് തെലങ്കാനയിലാണ്. അന്ധകാരനഴി സ്ഥിതി ചെയ്യുന്നത് അന്ധകാരനഴി സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴയിലാണ്. അന്ധകാരനഴി ആലപ്പുഴ. അന്ധകാരനഴി ആലപ്പുഴ. ഇതുവരെ പഠിച്ചതൊക്കെ ഒന്നുകൂടി നമുക്ക് നോക്കിയാലോ? നിങ്ങൾ റെഡിയായി? നമുക്ക് നോക്കാം. ഒരാൾ ക്വസ്റ്റ്യൻ ചോദിക്കും, മറ്റാൾ ആൻസർ പറയാൻ ട്രൈ ചെയ്യും. നമ്മൾ 2 പേരും കൂടി പഠിക്കുമ്പോൾ നിങ്ങളും നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളൊരു വിശ്വാസമുണ്ട്. നമുക്കൊന്നിച്ച് മുന്നേറാം. താഴെ പറയുന്നവയിൽ തീരദേശമില്ലാത്ത ഇന്ത്യൻ സംസ്ഥാനം? മധ്യപ്രദേശ്. നമാമി ഗംഗ പദ്ധതിയുമായി ബന്ധപ്പെട്ട ചുവടെ പറയുന്നതിൽ ശരിയല്ലാത്തത്? 2010 ഈ പദ്ധതി രൂപീകരിച്ചത് എന്നുള്ളത് വളരെ തെറ്റാണ്. ഭാരത സർക്കാർ അംഗീകരിച്ചത് എന്നാണ്. അടുത്തത്, ഭൂമധ്യരേഖക്കടുത്ത് വാണിജ്യവാദങ്ങൾ കൂടിച്ചേരുന്ന ന്യൂനമർദ്ദ മേഖലയാണ്? അന്തർഉഷ്ണ മേഖല, സംക്രമണ മേഖല. അന്തർഉഷ്ണ മേഖല, സംക്രമണ മേഖല.
ഇന്ത്യയുടെ കിഴക്കേറ്റത്തുള്ള സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ്. അരുണാചൽ പ്രദേശ്. അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപസമൂഹമാണ് ലക്ഷദ്വീപ്. പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും തമ്മിൽ ചേരുന്ന ഭാഗമാണ് നീലഗിരി കുന്നുകൾ. കേരളത്തിന്റെ ജീവരേഖ ഏത് നദിയാണ്? പെരിയാർ. ഇന്ത്യയിൽ ചീറ്റപ്പുലികളെ പുനരധിവസിപ്പിച്ചത് കുനോ ദേശീയോദ്യാനം. ഗാരോ ഖാസി കുന്നുകൾ എവിടെയാണ്? മേഘാലയ. ഗാഖ ഓർത്തു. നവംബർ മധ്യത്തിൽ ശൈത്യകാല ആരംഭത്തിൽ ഇറക്കുന്നത് റാബി. മൃഗവാണി ദേശീയോദ്യാനം ഏത് സംസ്ഥാനത്താണ്? അയ്യോ കിട്ടുന്നില്ലല്ലോ. മൃഗവാണി തെലങ്കാന. മൃഗവാണി ദേശീയോദ്യാനം തെലങ്കാനയിലാണ്. മറ്റേ ഗാരോ ഖാസി കുന്നുകൾ മേഘാലയ. കുനോ ദേശീയോദ്യാനം ചിറ്റപ്പുലിന്. ഓക്കെ. അന്ധകാരനഴി സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴ. ആലപ്പുഴ. ഒരിക്കൽ കൂടി എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. ഇവിടെ റിക്വസ്റ്റാണ്, എല്ലാവരും ചെയ്ത് കിട്ടിയാൽ വളരെ ഉപകാരം. താങ്ക് യു വെരി മച്ച്.